നൊസ്റ്റാൾജിയ ഒരേ സമയം സന്തോഷവും സങ്കടവും തരുന്നൊരു വാക്ക്. ഇന്നിവിടെ 80s കിഡുണ്ട്, 90s കിഡുണ്ട്, 2K കിഡുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഒരു സംഘടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഓക്കെ, പറയൂ 2K കിഡ്. 2K കിഡ് എന്ന് പറഞ്ഞിട്ട് 80s ഉം 90s ആയിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അവർക്ക് നൊസ്റ്റാൾജിയ ഇല്ല. നൊസ്റ്റാൾജിയ ഇല്ല എന്ന് ഓക്കെ, നൊസ്റ്റാൾജിയ ഇല്ല എന്ന് ഞാൻ വേണേ സമ്മതിക്കാം. കാരണം ഞങ്ങൾ പ്രസന്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടെക്നോളജി സ്റ്റിൽ ഇംപ്രൂവിംഗ് ആണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഉണ്ട്. ഞങ്ങൾ ശരിക്കും ടെക്നോളജി കാലഘട്ടമാണ്. നിങ്ങളെക്കാൾ റോബോസ് ആണ്. ടെക്നോളജിയിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. റോബോസ് അങ്ങനെ വേണം പറയാൻ. നിങ്ങൾ ടെക്നോളജിയിൽ മാത്രം ജീവിക്കുകയാണ്. നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മനുഷ്യൻ എന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് പോലും അറിയാത്ത ഇവരുടെ നമ്മൾ നൊസ്റ്റാൾജിയെ കുറിച്ച് ചോദിച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നത്, ഒരു ഒറ്റ യൂണിഫോം വെച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത്. അല്ലെങ്കിൽ മഴയത്ത് ഉണക്കാനിട്ട ഉണങ്ങില്ല, ഈ റബ്ബർ ചെരുപ്പ് ഇട്ട് ചെളി തെറിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നൊസ്റ്റുമായിട്ട് പറഞ്ഞിരുന്നത്. ഇവരുടെ മക്കളോട് എന്താ പറയാൻ പോവാ? വൈഫൈ അച്ഛൻ റീചാർജ് ചെയ്ത് തന്നില്ല, അല്ലെങ്കിൽ ബർഗർ മേടിച്ചാൽ നമ്മുടെ അമ്മ ഇന്ന് പിസയാണ് ഓർഡർ ചെയ്തത്. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോണോട്. ഞങ്ങൾ എന്ത് പറയുന്നറിയോ, ഞാനൊക്കെ ബസ്സിലാണ് സ്കൂളിൽ പോയത്. ലൈക് സ്കൂൾ ബസ്സിലാണ് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓട്ടോ ഉണ്ടായിരുന്നു, വാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ആയിരിക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കുന്നു, നേരെ സ്കൂളിൽ കൊണ്ടിറക്കുന്നു. ഒരു കാലഘട്ടത്ത് ഇനിയിപ്പോ മേ ബി ഞങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ മക്കളുടെ അടുത്ത് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിരുന്നു. ബിക്കോസ് അവർക്കൊരു പേഴ്സണലൈസ്ഡ് റോബോട്ട് ടീച്ചർ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. AI-യുടെ കാലാണ്. അതെ, AI-യുടെ കാലമാണ്. എനിക്ക് ജെൻസി കിഡ്സിൽ ഏറ്റവും അവർ കുഴപ്പക്കാരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കൊരു മോശം അല്ല, ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഒട്ടും ചിട്ടയില്ലാത്ത ജീവിതമാണ് അവരുടെ. നമ്മളൊക്കെ സ്കൂളിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരു 80s കിഡാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാധാരണ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇതുപോലെ ഈ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, നടന്നിട്ടാണ് സ്കൂളിൽ പോണത്. അതേപോലെ തന്നെ നമ്മൾ മഷിത്തണ്ട് ഉപയോഗിച്ചിട്ട് സ്ലേറ്റ് ഒക്കെ 4ാം ക്ലാസ് വരെ സ്ലേറ്റിൽ തന്നെയാണ് എഴുതിയിരുന്നതും വായിച്ചിരുന്നതും ഒക്കെ സ്ലേറ്റ് വെച്ചിട്ടാണ്. നമ്മൾ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ അല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത്. എല്ലാ നാട്ടുകാർക്കും കൂടെ ഒരൊറ്റ സ്കൂള്, അങ്ങനെയായിരുന്നു സ്കൂളിൽ വന്ന് പഠിച്ചിരുന്നത്. രാവിലെ എണീറ്റാൽ നമ്മൾ കുളിക്കും, പല്ല് തേക്കും, കുളിക്കും. ഈ സത്യം പറയാലോ, ഇവിടെ കൊച്ചിയിൽ ഞാൻ പ്രത്യേകിച്ചും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇഡലിക്കട എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടോ? ഇവിടെയൊക്കെ നട്ടുച്ചയ്ക്ക് പോലും വന്ന് നിൽക്കുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ കിടക്കപ്പായെന്ന് എണീറ്റ് വരുന്ന പോലെയാണ്. രാവിലെ എണീറ്റ് കുളിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ പോകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, നമ്മൾ സ്കൂളിൽ പോകും, സ്കൂളിൽ ഫ്രണ്ട്സിനായിട്ട് നമ്മൾ ഇടപഴകും. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തും. വൈകുന്നേരം ഇപ്പം എന്തെങ്കിലും സ്നാക്സോ ചായയോ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ കളിക്കാൻ പോകും. സന്ധ്യ ആവണതിന്റെ അടുത്ത് വരെ കളിക്കും. സ്ട്രക്ചർ ഉണ്ടായിരുന്നു നമ്മുടെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് മേല് പ്രാർത്ഥിച്ച് ഭയങ്കര ഉറക്കയിൽ ഈശ്വര പ്രാർത്ഥന. ഇതിപ്പോ ഈശ്വരനോട് ഭക്തി ഉണ്ടായിരുന്നില്ല, അടുത്ത വീട്ടിലുള്ള കസിനേക്കാളും ഒച്ചയിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് കുടുംബക്കാർക്കൊന്ന് അറിയിക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിരുന്ന് പഠിച്ച് കൃത്യം ഒരു 8-8:30 ആകുമ്പോൾ നമുക്ക് രാത്രി ഫുഡ് തരും. 9 മണിയാവുമ്പോൾ കിടക്കും, കാരണം നമുക്ക് രാത്രി കിടന്നു നോക്കാൻ റീൽസ് ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ പോയി കിടന്നുറങ്ങും. അതുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കും. അല്ലാണ്ട് നമുക്ക് ഗുരുത്വാകർഷണം കൂടുതലല്ല രാവിലെ, കാരണം 2 മണിക്കല്ല നമ്മൾ ഉറങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചീട്ട. പിന്നെ ഞായറാഴ്ചകളിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുടുംബം രാവിലെ എണീക്കുന്നു, ശ്രീകൃഷ്ണ കാണുന്നു, ഉച്ചയ്ക്ക് ശക്തിമാൻ കാണുന്നു, വൈകുന്നേരം ദൂരദർശനിൽ TV ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി കാണുന്നു. ഇതിനൊക്കെ ഒരു നമുക്ക് കറക്റ്റ് റൂട്ടീൻ ഉണ്ട്. ആൻഡ് മഴ, വെള്ളം, നമ്മൾ കാലിൽ ഒരു വളങ്കടിയെങ്കിലും വരാത്ത കുട്ടികളുണ്ടാവില്ല, വെള്ളത്തിൽ കളിക്കും. ഇവർക്ക് എന്തോ മഴ, അത് റീൽസ് മഴ വരും. എന്താണ് നിങ്ങൾക്ക് സ്കൂള്, അത് ഇവിടുന്ന് എടുക്കും, ഡൗൺലോഡ് ചെയ്യും. പിന്നെ കുറേ എൻട്രൻസ് എക്സാം അങ്ങനത്തെ കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ടാവും. ഫ്രണ്ട്സ് അത് എന്നെക്കാളും മാർക്ക് എങ്ങാനും കൂടുതൽ വാങ്ങുമെന്ന് വിചാരിച്ചിട്ട് നോട്ട്സ് ചോദിച്ചാൽ പോലും തരാത്ത ഫ്രണ്ട്സ്. ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അമ്മമാരായിട്ടാണ് ഇവിടെ അടിപിടി. പഠിക്കുമ്പോ PTA എല്ലാ 2K കിഡ്സിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ കുളിക്കാറില്ല. നോട്ട് ഓൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നോട്ട് ഓൾ 2K കിഡ്സ്, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. മാം റീൽസിന്റെ ഞാൻ എക്സെപ്ഷൻ അല്ല പറഞ്ഞു, ഞാൻ റെഗുലർ ആയിട്ട് നല്ല കുട്ടിയാണെന്നാ പറഞ്ഞത്. കുട്ടിയാണ്, അത് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഇന്ന് കുളിച്ചു. ഞാൻ ഓക്കെ നൈറ്റ് കിടക്കുന്നതിന്റെ കാര്യം പറഞ്ഞു, അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. കാരണം ഞാൻ ഇന്നലെ 2 o'clock അടുത്തായി കിടക്കാൻ റീൽസ് തന്നെയായിരുന്നു. ബിക്കോസ് ഇന്നലെ എനിക്ക് വേറെ കുറച്ച് പ്രോഗ്രാംസും കാര്യമായിട്ട് നൈറ്റ് ലേറ്റ് ആയി കിടക്കാൻ, ഒരു 1 o'clock അടുത്തായി കിടക്കുമ്പോൾ ഒബ്വിയസ്ലി സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യാണ്ട് കിടക്കാൻ ഇന്നത്തെ ജനറേഷൻ അല്ല. ഇപ്പൊ മൊബൈൽ ഫോൺ യൂസ് ഇനി ടെക്നോളജിയുടെ കാര്യത്തിൽ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ആക്കി ഞങ്ങള് തലേക്ക് കൂടെ ഇടുക. ഞാൻ പറയട്ടെ, നിങ്ങള്
ലൈക്ക് ഞങ്ങള് നൈറ്റ് റീൽസ് കാണുന്നു എന്ന് പറയുന്ന നിങ്ങൾ പോലും രാത്രി ഒരു 8 മണിക്ക് കിടന്ന് 10 മണിക്കായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക, അല്ലാന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. റീൽസ് കാണാണ്ട് കിടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. എത്ര കാലം നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ സോഷ്യലി അപ്ഡേറ്റഡ് ആയിരിക്കും. ലൈക്ക് ഫേസ്ബുക്ക്, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല. ഈ കുട്ടി നമ്മളെ വയസ്സാക്കാൻ നോക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞങ്ങൾക്കുണ്ട്. അത് ഞാൻ ചോദിച്ചു, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തൊരവസ്ഥ ഇല്ലല്ലോ സർ. നിങ്ങളും ബേസിക്കലി സോഷ്യലി അപ്ഡേറ്റഡ് ആണ്. നിങ്ങൾ ഞങ്ങളെ വഴി തെറ്റിച്ചു. സോഷ്യലി അപ്ഡേറ്റഡ് ആവുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ലൈഫിൽ ചിട്ടയില്ല അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വരുന്നത്. ഓക്കെ, സോ ബേസിക്കലി സോഷ്യലി നിങ്ങളും അപ്ഡേറ്റഡ് ആണ്. റീൽസ് കാണുന്ന കാര്യം ഞങ്ങൾ സമ്മതിച്ചു. നൈറ്റ് നിങ്ങളെക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഒരു പക്ഷേ ഞങ്ങൾ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ എന്റെ കേസാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ ഞാൻ വേറെ PG-യിലാണ് താമസിക്കുന്നത്. സോ 2 o'clock അടുത്തായി കിടക്കാൻ. ഇന്നലെ മഴയും കാറ്റും ആയതുകൊണ്ട് ഒരു ഈവനിങ് ടൈമിൽ എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുപോലെ മൊബൈല് ചാർജ് കഴിഞ്ഞുകൊണ്ട് ചാർജ് ചെയ്യാനും വകുപ്പുണ്ടായിരുന്നില്ല. സോ അത്രയും നേരം റീല് കാണാത്തതുകൊണ്ട് കൈവരക്കാൻ തുടങ്ങിയെന്ന് ഞാൻ സംഭവിച്ചു തരും. കാരണം നൈറ്റ് എനിക്ക് റീല് കാണണം, എനിക്ക് എന്തൊക്കെ സ്റ്റോറീസ് വന്നിട്ടുണ്ട്, എത്ര പുതിയ വീഡിയോസ് എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് കാണണം. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് നല്ല ഞങ്ങളുടെ ജനറേഷൻ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവരുണ്ട്, ഇങ്ങനെ യൂസ് ചെയ്യാത്തവരുണ്ട്. പിന്നെ ചിട്ടയുടെ കാര്യം പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് നൈറ്റ് 2 മണിക്ക് കിടക്കുന്നത് തന്നെയാണ്. ഞാൻ സമ്മതിക്കും. ലൈക്ക് ചില ദിവസങ്ങളിൽ 2 മണിയാവുമ്പോഴേ രാത്രി ആവണതല്ലേ? ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ലോകത്തിന് മുന്നിൽ ഗൂഗിൾ ഇങ്ങനെ തുറന്നു വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. അത് ഹെൽത്തി ആണെന്ന് തോന്നുന്നുണ്ടോ? ഹെൽത്തി ആണെന്ന് തോന്നുന്നുണ്ട്. രാത്രി 2 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാത്രി 2 മണിക്ക് കിടന്നുറങ്ങുന്നത് ഹെൽത്തി ആണെന്നല്ല, ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് ഹെൽത്തി ആണെന്ന് തോന്നുന്നുണ്ട്. ആണോ? ഗൂഗിളിൽ ഒരു ജലദോഷപ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്യാൻസർ ആയിട്ട് തിരിച്ചു തരുന്ന അത് എനിക്ക് ഒരു തവണ പറ്റിയിട്ടുണ്ട്. പറ്റിയിട്ടുണ്ട്, സീരിയസ്ലി എനിക്ക് പറ്റിയിട്ടുണ്ട്. ലൈക്ക് എനിക്കൊരു ദിവസം പീരീഡ്സ് എന്തോ ലേറ്റ് ആയപ്പോ ഞാൻ പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ എഡ്യൂക്കേറ്റഡ് അല്ലേ, ഇങ്ങനെയല്ല. ഓക്കെ, അടുത്ത റീസൺ നോക്കാം. അടുത്തത് PCOD. എനിക്ക് PCOD ഒന്നും ഇല്ലല്ലോ, അതൊരു സിംറ്റംസും ഇല്ല. പിന്നെ കണ്ടപ്പോ ഞാൻ മരിച്ചോന്ന് വരെ എത്തിപ്പോയി. ഒരുപാട് രോഗലക്ഷണങ്ങൾ. എല്ലാത്തിനും അമേരിക്കൻ ടൈമിലാണ് അവര് ജീവിക്കുന്നത്. അമേരിക്കൻ ടൈമെന്ന് ഞങ്ങൾ പറയുന്നില്ല. 2 o'clock കിടക്കുന്നുണ്ടെങ്കിലും മിക്ക ദിവസവും ഞങ്ങൾ നേരത്തെ എണീക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇല്ല, കോളേജ് 8:30 സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് മിനിമം ഒരു 7 എങ്കിലും എണീറ്റേ മതിയാവും. കാരണം ഹോസ്റ്റലിലാണ് ഫുഡ് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം, ഞങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ മിനിമം ഒരു 7 എങ്കിലും എഴുന്നേറ്റില്ലെങ്കിൽ 8:30 കോളേജിലെത്താൻ കഴിയില്ല. അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സ്ലീപ്പിംഗ് ടൈം കുറവാണ്. ഐ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷേ സാറ്റർഡേ സൺഡേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു രാവിലെ നേരത്തെ എണീക്കുന്നു, ലൈഫ് ബോയ് സോപ്പ് വെച്ച് കുളിക്കുന്നു, ചന്ദ്രിക ഏതായിരുന്നു സോപ്പ് വെച്ച് സന്തൂർ. ഓക്കെ, സോ ദാറ്റ്സ് വൈ യു ലുക്ക് ലൈക്ക് എ സന്തൂർ. ഇതൊരു 2K അഡ്വാൻറ്റേജ് ആണ്. ഞങ്ങളുടെ ജനറേഷനിൽ കുളിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുളിക്കും. അതായത് രാവിലെ തന്നെ കുളിക്കണം എന്നുള്ള ആ ഒരു ചിട്ട ഞങ്ങളുടെ റുട്ടീനിൽ ഇല്ല. അതായത് മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്തിട്ട് മേ ബി ഒരു ബെഡ് കോഫി കുടിച്ചിട്ടായിരിക്കും ഞങ്ങൾ ബ്രഷ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ബ്രഷ് ചെയ്തതിന് ശേഷം കുളിക്കുക എന്നുള്ളത് മേ ബി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഫ്രീ ടൈം ഒക്കെ എൻജോയ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 7 മണിക്ക് അല്ല, സാറ്റർഡേ സൺഡേസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ 9-10 വരെ പോകാറുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നൈറ്റ് കിടക്കുന്നതിനനുസരിച്ചായിരിക്കും 9-10 വരെയൊക്കെ പോകും. സോ ആ ടൈം ഗൂഗിൾ ചെയ്ത് നോക്കും. ഗൂഗിളിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞല്ലോ, ഗൂഗിളിൽ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മുടെ ഹെൽത്തി ലൈഫിൽ എത്ര അവേഴ്സ് സ്ലീപ്പ് വേണം, ഓരോ പ്രായത്തിലും എത്ര അവേഴ്സ് സ്ലീപ്പ് വേണം. ആൻഡ് സ്ലീപ്പ് കഴിഞ്ഞ് കുളി എന്ന് പറയുന്നത് സിനിമയിൽ പറയുന്ന മാതിരി കുളി നിനക്ക് മാത്രമല്ല ചുറ്റിരിക്കുന്നവർക്കും കൂടി വേണ്ട സാധനമാണ്. നിങ്ങളുടെ ജനറേഷനിൽ കൂടുതലും കണ്ടിട്ടുള്ളത് കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പെർഫ്യൂം എടുക്കുന്നു, പെർഫ്യൂം, അതെ, കുളിക്കാൻ മടിച്ചിട്ട് മേല് മാത്രം കഴുകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഐ ഡു അഗ്രി. അത് ഒരു സംഭവം. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളത്, ഏറ്റവും അധികം സൂയിസൈഡ്സ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഈ പ്രായക്കാരുടെ ഇടയിലാണ്. ഓക്കെ, ഈ പ്രായക്കാരുടെ ഇടയിലാണ്. അവർക്ക് സ്ട്രെസ് കൂടുതലാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. നമുക്കുണ്ടായിരുന്ന അത്ര സ്ട്രെസ് നമ്മൾ സ്കൂൾ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള പോലെ ഒന്നും ഒരു സ്കൂളല്ല ഇവർക്കുള്ളത്. ഭയങ്കര കോമ്പറ്റീഷനാണ്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ്. പക്ഷേ ഞങ്ങളുടെ ജനറേഷനിൽ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ് മാത്രമല്ല സൂയിസൈഡിന് ഒരു റീസൺ ആവുന്നത്. അല്ല, അതാണെന്നല്ല ഞാൻ പറയുന്നത്. സൂയിസൈഡ് കൂടുതലാണ്. കാരണം എന്താണെന്നും കൂടെ പറഞ്ഞുതരാം.
ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഒരു പട്ടി കടിക്കാൻ വന്നാൽ ഓടാൻ പോലും അറിയില്ല, നിന്ന് കടി കൊള്ളുക എന്നല്ലാതെ വേറൊരു സംഭവം ഗൂഗിളിൽ നോക്കോ ചെയ്യണം എന്നാണോ നിങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്യരുതെന്നാ പറഞ്ഞാൽ ഞങ്ങളൊന്ന് സ്പൂൺ ഫീഡ് ചെയ്യാത്തൊരു ജനറേഷനാണ്. നമ്മളിപ്പോ ഒരു വട്ടി കടിക്കാൻ വന്നാൽ നമുക്ക് ഓടി ഇറയത്ത് കയറാനെങ്കിലും അറിയാം. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വാഴയുടെ ചേമ്പിന്റെ ഇല എടുത്തിട്ടെങ്കിലും സ്കൂളിൽ നിന്ന് ഓടി രക്ഷപ്പെടും. ഇത് നിന്ന് നനയാൻ അറിയാം, അല്ലെങ്കിൽ പിന്നെ ആ മറ്റേ സാധനം ഫുൾ ഇട്ടിട്ട് വേണം സ്കൂൾ വണ്ടി വരണം, വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാല് വഴുതി വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു ജലദോഷപ്പനി വേണ്ട, സ്കൂളിൽ നിന്ന് ഒരു ഹച്ചി പറഞ്ഞാൽ അപ്പം പീഡിയാട്രിഷ്യന്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് ഓടും, പിന്നെ എല്ലാ ടെസ്റ്റുകളും നടത്തും. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കുട്ടികളെ ഇങ്ങനെയാക്കുന്നത് നിങ്ങളുടെ ജനറേഷനിലുള്ള തീർച്ചയായിട്ടും അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. ജെൻസി കിഡ്സിനെ ഇങ്ങനെ ആക്കിയത് അതിന്റെ തൊട്ട് മുമ്പുള്ള മോസ്റ്റ് ഇൻസെക്യൂർഡ് ജനറേഷൻ തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് കിട്ടാത്തതൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ വെറും പഴാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാത്തത് കൂടെ ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടാതെ നമ്മുടെ പേരൻസ് ചിന്തിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഞങ്ങളും ചിന്തിക്കാൻ പോകുന്നത്. സോ ഞങ്ങൾ എന്താ ചിന്തിക്കുക, നമ്മൾ കഷ്ടപ്പെട്ട് മഴ നനയാതെ സ്കൂളിൽ പോയ പോലെ എന്റെ കുട്ടിക്ക് ഒരു അവസ്ഥ വരരുത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ മേ ബി ഒരു പേഴ്സണലൈസ്ഡ് ടീച്ചർ, അതായത് ഒരു റോബോട്ട്, ഒരാൾക്ക് ഒരു റോബോട്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ വരും. സോ ആ ഒരു ജനറേഷൻ സ്പോയിൽ ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഞങ്ങളായിരിക്കും. അതായത് ഞങ്ങൾ 90s കിഡ്സ് ഉണ്ടല്ലോ, പ്രണയത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചിരുന്ന ആൾക്കാരാ. ഞങ്ങൾക്ക് യാതൊരു പ്രാക്ടിക്കാലിറ്റി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ആര് വിളിച്ചു അവരുടെ കൂടെ ഇറങ്ങിയപ്പോൾ ഒരു കണ്ടീഷൻ ആയിരുന്നു അന്ന്. നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ്? ഞങ്ങളുടെ പ്രണയം ഒരിക്കലും അങ്ങനെയല്ല, വളരെ പ്രാക്ടിക്കൽ ആണ്. എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുക, ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്? ക്രൈറ്റീരിയസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ തിങ്സ് ആണ്. അതായത് ഇപ്പൊ എനിക്കുള്ള പോലത്തെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക. ലവ് എന്ന് പറയുമ്പോൾ ലവ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്നുള്ള വാക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. 2K എന്ന് പറയുന്ന ഒരു എറയില് ജനറേഷനിൽ കണ്ടീഷൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതുമാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്റെ ഫ്രണ്ട് സർക്കിളിൽ നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടീഷൻ എന്ന് കേൾക്കുന്നതാണ്. 2Kയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിപ്പോ ലവിന്റെ കാര്യം, പ്രാക്ടിക്കലിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ പ്രാക്ടിക്കലി ചിന്തിക്കുന്നവർ തന്നെയാണ്. നിങ്ങളുടെ ടൈം നിങ്ങൾക്കൊരു സാധനം സെർച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു നോളജ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അത് ഫിംഗർ ടിപ്സിലാണ്, ഞങ്ങൾക്ക് അത് ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. പക്ഷെ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. നമ്മളൊരു വിഷയത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ലൈബ്രറിയിൽ പോകണം, ബുക്സ് നോക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ അത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. നിങ്ങൾ എക്സാക്ട്ലി ആ ഒരു വാക്ക് വെച്ചിട്ട് ആ സാധനം നോക്കുന്നു, അത് മാത്രം എടുക്കുന്നു, അതിൻ്റെ അപ്പുറം ഇപ്പുറം നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾക്ക് എക്സാക്ട് പോയിന്റ് എന്താണെന്നുള്ളത് കിട്ടി. നമ്മളൊരു പോയിന്റിന് വേണ്ടിയിട്ട് ആ ബുക്ക് മുഴുവൻ നോക്കുമ്പോൾ നമ്മുടെ നോളജ് അതിനനുസരിച്ചിട്ടും കൂടുകയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനും ഒക്കെ. പിന്നെ രണ്ടാമത് പറഞ്ഞ ഈ ജെൻസി കിഡ്സിൻ്റെ പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പുകൾ അത്രയും ബോണ്ടിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായത് ഒരാൾക്ക് ഒന്നിനും വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് 2K കിഡ്സിന്റെ മാത്രം പ്രശ്നമല്ല, അത് 90s 80s എടുത്ത് നോക്കിയാലും അങ്ങനത്തെ പാർട്ട്നേഴ്സിനെ കാണാൻ സാധിക്കും. അത് ഒരു അതായത് നമ്മൾ ഈ അനുഭവിച്ച ടോക്സിസിറ്റിയും കാര്യങ്ങളൊന്നും ഇവരെ വെച്ച് ഉറപ്പിക്കില്ല. ടോക്സിസിറ്റിയെ കുറിച്ചൊന്നുമല്ല. റിലേഷൻഷിപ്പ് വരുമ്പോ ഒരാൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കുറവാണ്. കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും നിങ്ങളുടെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ ഞങ്ങൾ ബെറ്റർ ആണ്. അല്ല, എനിക്ക് ശരിക്കും നിങ്ങളോട് അസൂയ കേട്ടോ. ഞാൻ 90s കിഡ്സ് ആണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് 2Kയിൽ ജനിച്ചാൽ മതിയായിരുന്നു. കാരണം നിങ്ങളുടെ ഒരു ഫാഷൻ സെൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങൾക്കൊന്നും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അച്ഛനും നമുക്ക് പറയാൻ അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ നീയൊക്കെ തന്നെ ഇപ്പൊ ഇവിടെ വന്നിരുന്ന ഇത്രയും സംസാരിക്കുന്നില്ലേ 19-20 വയസ്സിലെ. ഞാൻ 10-35 വയസ്സായപ്പോഴാണ് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പഠിച്ചു തുടങ്ങിയത് തന്നെ. അപ്പൊ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് ടെക്നോളജി നിങ്ങൾക്ക് തന്നതാണ്. ടെക്നോളജി മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. സോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്താണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയും എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മേ ബി അവർക്ക് സാധിക്കാത്തതായിരിക്കാം. എല്ലാം തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പാരന്റ്സിന്റെ അടുത്ത് എനിക്ക് എന്റെ അച്ഛൻ അമ്മ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റും. ഇല്ല, എനിക്ക് എന്ത് പേഴ്സണൽ കാര്യം ഉണ്ടെങ്കിലും അമ്മയുടെ അച്ഛന്റെ അടുത്ത് പറയുമ്പോൾ അവരത് കൂളായിട്ട് കേൾക്കുക എന്നുള്ളൊരു മനസ്സ് എന്റെ അതുകൊണ്ടായിരിക്കാം എന്റെ അച്ഛനും അമ്മയും ഇത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആവുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ബിക്കോസ് ഞാൻ എന്റെ അച്ഛൻ അന്നേ ജെൻസി കിഡിനെ വളർത്തിയ ഒരാളാണ്. വളരെ 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 അതായത് ഒരു ജില്ലയെടുത്ത ഒരാളെ കാണും. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, അവർക്ക് സംസാരിക്കാനുള്ളത്. അതുപോലെ പേരൻസുമായിട്ട് പണ്ട്
പണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ ഒരു ഫീലാണ് വീട്ടുകാർക്കുണ്ട്, പ്രത്യേകിച്ച് അച്ഛന്മാരെ കുറിച്ച്. പക്ഷേ ഇത് അച്ഛൻ്റെ തോളത്ത് കൈയിട്ടിട്ട് സംസാരിക്കണം, അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്കൊരു പ്രശ്നം വന്നാലും ഒക്കെ അച്ഛനോട് പറയാനും, ഈവൻ പെൺകുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ പീരിയഡ്സ് വന്നാൽ പാഡ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടു കൊടുക്കുന്നവരെ അച്ഛന്മാരൊക്കെയാണ്. അപ്പം ആ ഒരു സംഭവം ഇവരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ജനറേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു സാധനം കയ്യിൽ നിന്ന് പോയാൽ മൊത്തം കിളി പോയി. ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ അച്ഛൻ്റെ അറിയുള്ളൂ, വേറെ ആരുടെങ്കിലും അറിയോ? ഞങ്ങൾ മറ്റേ ഡിക്ഷണറി ആയിരുന്നു, ഞങ്ങൾ ഡിക്ഷണറി ആയിരുന്നു. ഞങ്ങളൊരു ഫ്രണ്ട്സ് അത്യാവശ്യം വേണ്ട കുറച്ച് പേരുടെ ഞങ്ങളൊരു ടെലിഫോൺ ഡയറക്ടർ മൊത്തം പറയുന്നു ഇവർക്ക് പൈസ എവിടെയെങ്കിലും പേ ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേ വേണം, ഇവർക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ. നമ്മൾ GPS ഉണ്ടായിരുന്ന കാലത്തല്ല വണ്ടി ഓടിച്ച് ഓരോ സ്ഥലത്ത് പോയി ഓരോ മനുഷ്യന്മാരെ കണ്ടിരുന്നത്. നമ്മൾ കാനയിലൊന്നും പോയി വീട്ടില്ല, ഇപ്പോഴാണ് കാനയിൽ സ്ഥിരമായിട്ട് വീഴുന്നത്. നമ്മൾ കാനയിലൊന്നും പോയി വീട്ടില്ല, നമ്മൾ ചോദിച്ചു മനുഷ്യന്മാരായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി ചോദിച്ചു. ഇതാണ് നിങ്ങൾ ഇടപഴകൽ കുറവാണ്. ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിലോ എന്തെങ്കിലും നിങ്ങൾ സംസാരിക്കാറുണ്ടോ? നിങ്ങൾക്ക് ഒരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ട്രെയിനിൽ പോകുമ്പോ കാണണം, അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോ കാണണം. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിലുള്ള ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. ഇതല്ല പറയുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതൊക്കെ ടെക്നോളജിയാണ്. മറ്റേ അറ്റത്തിരിക്കുന്നത് ആരാന്ന് പോലും നമുക്ക് സത്യം ട്രെയിനിൽ നിന്ന് നിങ്ങൾ കമ്പനി ആവുന്ന ആളുടെ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സെയിം ഫീൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ ഫ്രണ്ട് ആക്കുന്നത് അവര് നമുക്ക് നല്ലതാണോ ചെയ്യാൻ പോണത് തിന്മയാണോ അതല്ല പറയുന്നത്. ഞാൻ പറയുന്ന വിഷയം അതല്ല. നമുക്ക് ആൾക്കാരായിട്ട് ബന്ധമില്ല എന്നല്ല, നമുക്കിപ്പോ ലോകം മുഴുവൻ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളത് ഇപ്പൊ US-ലാണ്. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകെ 2 പ്രാവശ്യം കണ്ടിട്ട് തന്നെ ഉള്ളൂ. അപ്പം കാണാത്ത ഫ്രണ്ട്സ് നമുക്കുണ്ട്, അതൊക്കെ ശരിയാണ്. ഞാൻ പറയുന്നത് അതല്ല, നമ്മുടെ അടുത്തുള്ള ആൾക്കാരുമായിട്ട്, നമ്മുടെ വീട്ടിലുള്ളവര്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽവക്കത്തുള്ളവര്, റിലേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നോക്കിയാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരായിരിക്കും? ഒന്ന് നമ്മുടെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്നവര്, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഒക്കെ ആയിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫസ്റ്റ് കസിൻസ് പോലും ആരാന്ന് ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു കാര്യം പറയട്ടെ, ഞാൻ വളർന്നു വന്നത് ഒരു ജോയിന്റ് ഫാമിലിയിലാണ്. ഞാനും എന്റെ കാര്യമല്ല പറയുന്നത്. 30-40 മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങള്. സോ ഞാൻ അതുപോലെ എൻ്റെ വീടിന് അടുത്ത് എന്നുള്ളത് പോട്ടെ, ആ ഒരു വാർഡ് കംപ്ലീറ്റ് മേ ബി എനിക്ക് അറിയാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരും ഉണ്ട്, ഉള്ളവരും ഉണ്ട്. ആഫ്റ്റർ ഓൾ നമ്മൾ അവരുടെ അടുത്ത് പോയി എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത, എന്താ പ്രശ്നം നമ്മൾ ചോദിക്കുന്നില്ല. അത് അവരുടെ പ്രൈവസിയാണ്. ഞങ്ങളുടെ ജനറേഷൻ പ്രൈവസിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലമാണ്. ഈ പ്രൈവസി ഞാൻ പറയട്ടെ, ഈ പ്രൈവസി ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രൈവസി വേണമെന്നുള്ളത് കൊണ്ടായിരിക്കാം ചില റിലേറ്റീവ്സ് ഇങ്ങനെ ചോദിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ആ റിലേറ്റീവ്സിനെ കാണാൻ താല്പര്യമില്ല, എനിക്ക് ആ നെയ്ബറിന്റെ അടുത്ത് സംസാരിക്കേണ്ട, അവരിങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായി പോകുമെന്നുള്ള ചിന്ത. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്, ഫ്ലാറ്റില് 86 ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ നമ്മളിങ്ങനെ കോറിഡോറിൽ കൂടെ പോകുമ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ മുഖത്തോക്കി ചിരിച്ചാൽ പോലും ഇങ്ങോട്ടൊരു നോട്ടമുണ്ട്. അതായത് ഒരു സ്ട്രേഞ്ച്, മിക്കതും ഈ കഴുത്തിന് ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള പോലെ ഇങ്ങനെയാണ് നിൽക്കുക. അപ്പോഴും ഫോൺ ഉണ്ടായിരിക്കും കയ്യിൽ. അഥവാ ഈ തലയെങ്ങാനും പൊന്തി നോക്കി നമ്മളൊരു ഓപ്പോസിറ്റ് ആളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി, ഇതൊക്കെ ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ വേണ്ടതാണ്. പറഞ്ഞാൽ പേടി കൊണ്ട് പുഞ്ചിരിക്കാത്തവരുമുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു വലിയ എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കളിക്കുമായിരുന്നു. കസിൻസിന്റെ ആണെങ്കിൽ അടുത്ത വീട്ടിൽ നമ്മൾ കളിക്കും, എല്ലാവരും ഒരു വീട്ടിൽ കൂടി കളിക്കും. ഇപ്പോഴത്തെ കുട്ടികളോട് നമുക്കും പേടിയാണ്. മറ്റൊരാൾ നമ്മൾ നോക്കി ചിരിക്കുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ചിരിച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഉണ്ടായാലോ. ഞാൻ ഇന്നലെ കണ്ട ന്യൂസ് ഇതാണ്, ദൈവമേ, ഇന്നലെ കണ്ടത് ഒരു 30-year-old ആള് ഇന്ന കുട്ടീനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. ഇയാളെ കണ്ടവർ 30 വയസ്സിന്റെ അടുത്ത് ഓവർ തിങ്കിങ് അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചിന്തിച്ചു പോകും, അങ്ങനെയാണ് ഇപ്പൊ കേൾക്കുന്ന ന്യൂസസ്. പക്ഷെ ഞങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. സോ ബെറ്റർ 2K കിഡ്സ് തന്നെയാണ്. 80s കിഡ്സ് ആണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും. ബിക്കോസ് നമ്മൾ മയിൽപ്പീലി ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് പ്രസവിക്കുമെന്ന് വിശ്വസിക്കുന്ന അത്രയും നിഷ്കളങ്ക ബാല്യത്തിൽ നിന്ന് ഈ ഇൻസ്റ്റയിലെയും ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയും ട്വിറ്ററിൻ്റെയൊക്കെ ലോകത്തേക്ക് വന്നപ്പോൾ നമ്മൾ രണ്ടും കണ്ടിട്ടുള്ളത് കൊണ്ട് നമ്മളാണ് ശരിക്കും ഒരു പാലം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ജെൻസി കിഡ്സിനെ ഉണ്ടാക്കിയത് പോലും നമ്മളാണ്. സോ നമ്മുടെ ജനറേഷനാണ് കുറച്ചും കൂടെ ഞങ്ങൾക്കാണ് നൊസ്റ്റാൾജിയ എന്നൊരു വാക്കിന് ഫീൽ കിട്ടുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾ നയം വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഞാൻ 90 കിട്ടാൻ ഞാൻ പറയാം.
സോറി ശക്തിമാൻ എന്ന് പറയാനുള്ള ഒരേ ഒരു കഴിവുള്ള ഒരേ ഒരു ജനറേഷൻ ഞങ്ങളാണ്. ഇല്ല, ഞങ്ങളും ഉണ്ടായിരുന്നു. ശക്തിമാന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.